പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ തിങ്കളാഴ്ചയോടുകൂടി മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനുമൊക്കെ ചുമതല ഏറ്റെടുക്കാനിരിക്കുന്നു. ഈ ചുമതല ഏറ്റെടുക്കാനുള്ള മെയ് 4-ാം തീയതി റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഇപ്പോഴുള്ള ഒരു 12 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ CPM-നെതിരെയും പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെയും ഒക്കെയുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് വളരെ കൃത്യമായി നടത്തുന്നതിൽ പ്രതിപക്ഷവും അതുപോലെ സംഘപരിവാരും അതുപോലെ കേരളത്തിലെ ഏഷ്യാനെറ്റും മീഡിയ വൺ അടക്കമുള്ള ചാനലുകളുമൊക്കെ തന്നെ വലിയ സംഭാവന ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കൊരു യാഥാർത്ഥ്യമാണ്. കൂടാതെ ഒരു ബ്രോഡർ ലെഫ്റ്റ് എന്ന് വിചാരിക്കുന്ന അത് സഖാക്കളടക്കമുള്ള ആളുകളടക്കം തന്നെ ഈ ഗവൺമെൻറ്റിനെതിരെ തിരിയുന്നൊരവസ്ഥയും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു അവസ്ഥ സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും കഴിഞ്ഞ 10 ദിവസമായി കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള അധികാര വടംവലികളും അത് മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ചർച്ചകളുമൊക്കെ നടക്കുമ്പോൾ തന്നെ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ നെഗറ്റീവായൊരു ചിന്ത ജനങ്ങളിലേക്ക് ഉണ്ടാക്കുകയും ഇതിനേക്കാൾ ഭേദം പിണറായി വിജയൻ തുടരുന്നതായിരുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കണം, ഇതിനു വേണ്ടി യഥാർത്ഥത്തിൽ പിണറായി വിജയനോ CPM ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കാര്യവും ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങളൊന്നറിയണം. അവർ വെറുതെ ഇരുന്നിട്ടാണ് ഒരു 10-12 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി പോകെ പോകെ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഇന്നലെ AK ആന്റണി പറഞ്ഞതുപോലെ ഗജനാവാകെ കാരിയാണ്, ഞങ്ങൾ പാപ്പരാണ്, അതുകൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്ന ഒരു വാചകം അദ്ദേഹം ഏതാണ്ട് തുടക്കത്തിലേ പറഞ്ഞു വെച്ചു. അത് അദ്ദേഹം സ്വയമേ എടുത്ത് പറഞ്ഞതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് വി ഡി സതീശനും അതുപോലെ തന്നെ മറ്റാളുകളൊക്കെ ആയിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ മാത്രമാണ് ഒരു ചെറിയ പ്രതിരോധം പോലും KN ബാലഗോപാൽ ഉയർത്തിയത്. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഏതാണ്ട് കൊടുക്കാനുള്ള പണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പോലും 4000-6000 കോടി രൂപയോളം ഇപ്പോൾ ഖജനാവിൽ ബാലൻസ് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. കൂടാതെ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരൊക്കെ ഇറങ്ങിപ്പോയതുപോലെ 4-5 മാസത്തെയും 18 മാസം വരെയുള്ള പെൻഷനുകളൊന്നും പെൻഡിങ്ങിട്ടുകൊണ്ടല്ല ഇറങ്ങിപ്പോയിട്ടുള്ളത്. ഈ മാസം വരെയുള്ള പെൻഷനുകളും അതുപോലെ തന്നെ കൊടുക്കാനുള്ളതൊക്കെ ഏതാണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പുറകിപ്പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അത്തരം കാര്യങ്ങളൊന്നും പെട്ടെന്ന് നിലനിൽക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇനി കോൺഗ്രസ് അങ്ങോട്ട് തന്നെ ഭരിക്കട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ ഭരിച്ചു കഴിയുമ്പോൾ തിങ്കളാഴ്ചയാണ് അധികാരം ഏറ്റെടുത്ത് ഭരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടാകുന്ന വലിയ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളിൽ ഏറ്റവും ആദ്യത്തേത് മുഖ്യമന്ത്രി സ്ഥാനമായിരുന്നെങ്കിൽ അത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത പ്രതിസന്ധി ഉടലെടുത്തേക്കുന്നത് ആഭ്യന്തരമന്ത്രി സ്ഥാനമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ KC വേണുഗോപാൽ വന്ന് രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി സന്ദർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കാൻ KC ഗ്രൂപ്പ് കൂടി അദ്ദേഹത്തിനോട് യോജിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ വി ഡി സതീശൻ്റെ ഒരു പകുതി ബലം അവിടെ തന്നെ നഷ്ടപ്പെടും. കാരണം അദ്ദേഹം ഇനി ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തേക്കുമെന്നാണ് അറിയുന്നത്. ഇനി അതല്ല, വകുപ്പൊന്നും പ്രത്യേകിച്ചില്ലാത്ത ചിലപ്പോൾ ഇല്ല ചിഞ്ചുറാണിയൊക്കെ എടുത്തിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പ് മാത്രമുള്ള ഒരു മുഖ്യമന്ത്രിയായി തീരുമോ എന്ന് പറയുന്ന സംശയമൊക്കെ എനിക്കുണ്ട്. കാരണം ഈ വകുപ്പുകൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ടുള്ള പിടിവലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യവസായ വകുപ്പടക്കം വിദ്യാഭ്യാസ വകുപ്പടക്കമുള്ള മേജർ വകുപ്പുകൾ ഉറപ്പായിട്ടും മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ തവണ 5ാം മന്ത്രിസ്ഥാനം കൊടുത്തപ്പോൾ കാര്യമായിട്ടുള്ള വകുപ്പുകൾ കൂടുതലായിട്ടൊന്നും കൊടുത്തില്ലെങ്കിൽ ഇത്തവണ വകുപ്പുകൾ കൂടി കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേസമയം തന്നെ CMP അടക്കമുള്ള CP ജോണിൻ്റെ പാർട്ടി അടക്കമുള്ള ആളുകൾ അവർ തുറമുഖമടക്കമുള്ള വകുപ്പുകൾ വേണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഷിബു ബേബി ജോൺ കുറേ കൂടി മികച്ച വകുപ്പ് വേണം, അതല്ല തൊഴിൽ വകുപ്പ് മാത്രം പോരാ എന്ന് പറഞ്ഞുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലും കഴിഞ്ഞ ദിവസം ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ MM ഹസൻ വന്നിട്ടൊരു വാചകം പറഞ്ഞിരുന്നു, ഞങ്ങളുടെ CLP പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നതിൽ ഘടകകക്ഷികൾക്കൊന്നൊരു പങ്കുമില്ല, അവരൊന്നും അഭിപ്രായം പറയേണ്ടത് തീരുമാനിച്ചിരുന്നു. ആ പറഞ്ഞതിന് ഷിബു ബേബി ജോൺ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് നല്ല നാടൻ ഭാഷയിൽ മറുപടി പറയേണ്ടതാണ്, പക്ഷെ ഒരുമിച്ച് നടക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടവരല്ലേ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറയുന്നില്ലെന്നാണ്. അപ്പോൾ അത്തരത്തിൽ രൂക്ഷമായ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവുകയും ഭരണം കൃത്യമായി നടക്കാതിരിക്കുകയും യഥാർത്ഥത്തിൽ വലിയ അധികാരമൊന്നുമില്ലാത്ത ഒരുപക്ഷെ കൈവിലങ്ങിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായി കൂടി വി ഡി സതീശൻ മാറുകയും ഒക്കെ ചെയ്താൽ അത് കേരളത്തിലും അതുപോലെ തന്നെ ഈ ഭരണത്തിനും ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് ഒട്ടും ചെറുതായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടാതെ കോൺഗ്രസിൻ്റെ ഇത്തരത്തിൽ മറ്റൊരാളെ തന്നെ ചീത്തയാക്കുന്ന തെരുവിലുള്ള യുദ്ധങ്ങളും തുടരും എന്നുള്ളത് കൂടിയാണ്. ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ മുഖ്യമന്ത്രി റേസ്, അത്തരത്തിലുള്ള റേസ് തന്നെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഫോർമുല 1 റേസും അതുപോലെ തന്നെ വള്ളംകളിയുടെ ആഘോഷവും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് CM റേസ് എന്ന് പറയുന്ന ഒരു പുതിയ റേസ് ഉണ്ടാവുകയും ആ റേസിൻ്റെ ഭാഗമായിട്ട് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാരെ തന്നെ റിപ്പയറബിൾ അല്ലാത്ത രീതിയിൽ ഇറിപ്പയറബിൾ ആയിട്ടുള്ള രീതിയിൽ ഡാമേജ് വരുത്തുകയും ചെയ്തു. ഉദാഹരണത്തിന് നമുക്കറിയാം KC വേണുഗോപാലിനെതിരെ വളരെ മോശപ്പെട്ട പ്രചരണം നടത്താൻ വി ഡി സതീശൻ ക്യാമ്പിലെ സോഷ്യൽ മീഡിയ വിഭാഗം തന്നെ പറയുന്നതായിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കൂടാതെ
അദ്ദേഹത്തെ ഒരു ഹിന്ദു വിരുദ്ധനായിട്ടും ഹിന്ദുത്വവാദിയായിട്ടും അതുപോലെ മുസ്ലിം വിരുദ്ധനായിട്ടും ഒക്കെ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാപ്പുകുത്താനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അതും കൂടാതെ അദ്ദേഹം ആരുടെയൊക്കെയോ പെട്ടി തൂക്കി മാത്രം വന്ന ഒരാളാണ് എന്ന് പറയുന്ന പ്രചരണമൊക്കെ നടന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹം വളരെ ചെറുപ്പം മുതലേ കണ്ണൂരിലൊരു ഗ്രാമത്തിൽ പ്രവർത്തിച്ച് അവിടെ നിന്ന് വന്ന് ജയിക്കാൻ സാധ്യതയില്ലാത്ത അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ആലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരാൾ, പിന്നെ ആലപ്പുഴയിൽ നിന്നാൽ അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്ന ഒരാൾ ജനസമ്മതി മേടിച്ച് പറ്റിയ ഒരാളാണ്. അപ്പോൾ അവർക്കെതിരെ വേറെ ആരും CPM ഒന്നുമല്ല നടത്തുന്നത്, കോൺഗ്രസ്സുകാർ തന്നെ നിശ്ചിതമായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ പ്രചരണവും ഒക്കെ നടത്തി. ഇത് കൊണ്ടൊന്നും തീർന്നില്ല. കാരണം ഇദ്ദേഹത്തോടൊപ്പം നിന്നിട്ടുള്ള MLA-മാർക്കെതിരെയും ഇതുപോലെ നിശ്ചിതമായിട്ടുള്ള വിമർശനം നടത്തി. സ്വാഭാവികമായും കേരളത്തിൽ അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇത് ഏതാണ്ട് ഇപ്പം തന്നെ ഒരു രണ്ടോ മൂന്നോ പാർട്ടികളായി മാറുകയും ഷാഫി പറമ്പിലടക്കമുള്ള ആളുകൾക്ക് ഇതേവരെ ജീവിതത്തിൽ നേരിടാത്ത രീതിയിലുള്ള തെറിയും ചീത്തയും ഒക്കെ സൈബർ മേഖലയിൽ നിന്ന് കേൾക്കുകയും സൈബർ മേഖലയിൽ അവർക്കുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം നഷ്ടപ്പെടുകയും ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് കരയുകയും ഒക്കെ ചെയ്യുന്ന, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യല്ലേ, നമുക്ക് എന്ത് പറ്റി കോൺഗ്രസ്സുകാരെ എന്ന് പറഞ്ഞ് കരയുകയൊക്കെ ചെയ്യുന്ന രംഗമൊക്കെ തന്നെ നമ്മൾ കണ്ടു. ഇത് നിങ്ങൾ അറിയേണ്ടത് ഇവർക്കെതിരെ മാത്രമല്ല. ഇപ്പോൾ ഷാഫി പറമ്പിലൊക്കെ പോട്ടെ, പാവം ലിജു, അവരെ ലിജുവിനെ ഇത്തവണ ജനങ്ങൾ ജയിപ്പിച്ചതാണ്. പക്ഷേ അടുത്തവണ നമ്മൾ തോപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രചരണം നടത്തുന്നത്. ഇവനെ കിട്ടിയാൽ നമ്മൾ തോപ്പിക്കും, കൂടാതെ KC വേണുഗോപാൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വന്നാൽ നമ്മൾ തോപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം നടത്തുകയും ഇവരെല്ലാവരും തന്നെ വലിയ അധികാരമോഹികളും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നവരുമാണെന്ന് പറയുന്ന വലിയ പ്രചരണം അഴിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വാചകങ്ങളും ഇതുപോലെ സോഷ്യൽ മീഡിയ കമൻറ്റുകളും ഇവരുടെ പ്രസ്താവനകളും ഒക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്ത് വെച്ച് ആളുകളെ കേൾപ്പിക്കേണ്ട ഒരു പണി മാത്രമേ ഈ പറയുന്ന CPM-നും LDF-നും ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രമാത്രം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ CPM-നെ തിരികെ എത്തിക്കാൻ CPM ഒന്നും ചെയ്യേണ്ടതില്ല, പകരം ഇവരെല്ലാവരും കൂടി തിരികെ എത്തിക്കും എന്ന് പറയുന്ന ഒരു രംഗമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ഇതിനിടയിലൂടെയാണ് മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ചില പ്രകടനങ്ങൾ കൂടി നടത്തിയിട്ടുള്ളത്. ഗംഭീര പ്രകടനങ്ങളാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഈ തൊടുപുഴയിലും അതുകൂടാതെ പാലക്കാടിലും അതുപോലെ വയനാടിലും ഒക്കെ തന്നെ ചില പ്രകടനങ്ങൾ നടത്തി. ആ പ്രകടനങ്ങളിലേക്ക് ജാഥ കാര്യമെന്ന് പറയുന്നത് ഇത് ലീഗാട എന്ന് പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ചോദിക്കുന്ന വാചകം എന്ന് പറയുന്നത് ലീഗ് പറയുന്നത് കേരളത്തിൽ നടക്കൂ, ലീഗിൻ്റെ മുഖ്യമന്ത്രി വരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി നടക്കുന്നത്. ഇത്രയും വരെ നമുക്ക് ക്ഷമിക്കാം, കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഇടയിലൂടെ ആരാടാ വെള്ളാപ്പള്ളി, നീ ഏതാടാ ഈ പറഞ്ഞ പോലെ സുകുമാരൻ നായർ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് മുസ്ലിം ലീഗിൻ്റെ ഒരു കാൻഡിഡേറ്റാണ് VD സതീശൻ എന്നും അത്തരത്തിൽ മുസ്ലിം ലീഗിന് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ഒരു അപ്രമാദിത്വം വരുമെന്നൊക്കെ ഭയന്നിരിക്കുന്ന ആളുകളുടെ ഇടയിലോട്ട് ഈ മെസ്സേജ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതെന്തായിരിക്കും ഭാവിയിൽ സംഭവിക്കാനിരിക്കുക കേരളത്തിൽ എന്നുള്ളത് ആലോചിച്ച് നോക്കണം. ഞാൻ പറഞ്ഞതെല്ലാം തന്നെ ക്ലിയർ ആകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമായിരുന്നു CPM എന്ന ആളുകൾ ആലോചിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം തന്നെ എത്തിയിരിക്കുന്നു. വളരെ കൃത്യമായി പറഞ്ഞാൽ CPM-നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി UDF-ഉം ഘടകകക്ഷികളും കൂടാതെ കോൺഗ്രസ്സുകാർ വിശിഷ്യ വലിയ തോതിൽ പണിയെടുക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ചില സാധാരണ ആൾക്കാരായ പ്രവർത്തകരും പണിയെടുക്കുന്നു. അതിൽ തൊടുപുഴയിലെ കമ്മിറ്റി ഇപ്പം തന്നെ PK ഫിറോസ് പിരിച്ചുവിട്ടിട്ടുണ്ട്, ഇതിൻ്റെ അപകടം മനസ്സിലായതുകൊണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടൊന്നും തീരുന്ന വിഷയം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, 100 സീറ്റുകൾ നേടി UDF അധികാരത്തിലേക്ക് എത്തിയാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭീഷണിയെക്കുറിച്ച്, കേരളം നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ വിഭാഗീയതയും വർഗീയതയും ഒക്കെ മൂർച്ഛിക്കുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായ കാര്യമാണ്. അതിനിടയിൽ മതേതര മനസ്സുള്ള ഒരു 19% ആളുകൾ ഇപ്പോഴും ഈ കേരളത്തിലുണ്ട്. അവർ വിചാരിക്കും CPM ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായി കോൺഗ്രസ് CPM-നെ തിരിച്ചു കൊണ്ടുവരാനുള്ള പണി തുടങ്ങിയിരിക്കുന്നു. ടോപ്പിക്ക് കഴിഞ്ഞു. നമുക്കിനി മറ്റൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ആ 2 കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മളൊരു പുതിയതായിട്ടുള്ള ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഇൻട്രോ വീഡിയോ എന്ന് വരും. ആ ചാനലിൽ ഇതുപോലെ 10 മിനിറ്റ്, 5 മിനിറ്റിൻ്റെ, 8 മിനിറ്റിൻ്റെ, 20 മിനിറ്റിൻ്റെ ഒന്നും വീഡിയോകളല്ല, 1 മണിക്കൂർ, 1.5 മണിക്കൂറിൻ്റെയൊക്കെ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മാധ്യമങ്ങളോ മറ്റാരും പറയാത്ത ചില കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ വിശദമായി തെളിവുകളോടുകൂടി അതിൻ്റെ സംഭവങ്ങളുടെ ഈ പറയുന്ന പോലെ ക്രോണോളജിക്കൽ ഓർഡറിലൊക്കെ തന്നെ പറയണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കേരളത്തോട് ആരും പറയാത്ത ഞെട്ടിക്കുന്ന പോഡ്കാസ്റ്റുകൾ തുടങ്ങുന്നത്. അപ്പോൾ ആ പോഡ്കാസ്റ്റിൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് BCC വിത്ത് രതീഷ് ചക്രപാണി എന്നുള്ളതാണ്. BCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
ഒരു പൊതുവായിട്ടുള്ള ആളുകളുടെ ധാരണകൾക്കും അതുപോലെ പൊതുബോധ നിർമ്മിതികൾക്കും അപ്പുറം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പൊതുബോധങ്ങളൊക്കെ തന്നെ ചാനലുകളും മാധ്യമങ്ങളൊക്കെ കൂടി നിർമ്മിച്ചെടുക്കുകയാണ് എന്ന് പറയുന്നത് വാസ്തവം കൂടിയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ആ ചാനൽ നിങ്ങൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ആവശ്യപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു പോഡ്കാസ്റ്റ് എടുക്കാനൊക്കെ വലിയ ചിലവുള്ളൊരു കാര്യമാണ്. അതിന് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിക്കാൻ ഇപ്പോൾ തൽക്കാലം നമ്മൾ റെൻ്റലായിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൂടാതെ നമ്മുടെ വലിയ അധ്വാനം വേണ്ടൊരു കാര്യമാണ്. ഒരാളുടെ അല്ല, ഒരു 5-10 പേരുടെയൊക്കെ അധ്വാനം വേണ്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 6 വരെയുള്ള ലെവലുകളുണ്ട്. അതിൽ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബെനിഫിറ്റുകളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമാണ്. പക്ഷേ കേരളം നിലനിൽക്കണമെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ചാനലുകൾ കൂടി ഇവിടെ ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും 3-4 മണിക്കൂറൊക്കെ ഉറങ്ങുകയും ബാക്കിയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയുള്ള എഫേർട്ട് ഇടാൻ സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്നെ കൃത്യമായി ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ അറിയാം, മിക്കവാറും നമ്മുടെ വീഡിയോകളൊക്കെ തന്നെ രാത്രിയാകുന്നതിൻ്റെ കാരണം മറ്റ് ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനി അതല്ല, കുറച്ചുകൂടി നമ്മളെ നേരിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും കൂടി താഴെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞോട്ടെ. കൂടാതെ മറ്റൊരു ചാനലിൻ്റെ പേര് മറന്നു പോകരുത്, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. ഒരു പൊതുബോധ നിർമ്മിതികൾക്കും അപ്പുറമാണ് ഇവിടെയുള്ള മാധ്യമങ്ങളും മനോരമയും ഏഷ്യാനെറ്റും മീഡിയ വണ്ണൊക്കെ കൂടി കൊടുക്കുന്ന അവരുടെയൊക്കെ താല്പര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതികൾക്കപ്പുറത്തേക്ക് കടന്ന് ആളുകളെ ചിന്തിപ്പിക്കാനുള്ള ഒരു എളിയ പരിശ്രമമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അതിൻ്റെ ഒരു ചാനലിൽ ഒരു വീഡിയോ അപ്പ് ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും വലിയ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെയുള്ള പോഡ്കാസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് കൂടി മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ നമ്മളെ വീണ്ടും തുടർന്നും സപ്പോർട്ട് ചെയ്യുക.